പ്രിയമുള്ളവരെ, വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ 29ാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് ഒരു പക്ഷേ നിലാവ് കണ്ടാൽ ശഅബാൻ 1-ൻ്റെ രാവാണ്. ശഅബാൻ 1-ൻ്റെ രാവാണ്. മാത്രമല്ല ശഅബാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. ഇനി നിലാവ് കണ്ടില്ലെങ്കിൽ പുണ്യമായ റജബ് മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. മാത്രമല്ല റജബ് മാസത്തിൻ്റെ 30ാമത്തെ ദിനം കൂടിയാണ്. നാളെ 30ാമത്തെ ദിനമാണ്. ഇന്ന് 30ാമത്തെ രാവാണ്. നിലാവ് കണ്ടില്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്നത്. ഏതായാലും പുണ്യമുള്ള ഒരു രാവാണ്, അതിൽ യാതൊരു സംശയവുമില്ല. വെള്ളിയാഴ്ച രാവ് ഏതാ വെള്ളിയാഴ്ചയാണ് എന്നതിലാണ് നമുക്കൊരു സംശയമുള്ളത്. അതെന്തത്തെ മഗ്‌രിബോട് കൂടി നമുക്കത് ക്ലിയർ ആകും. പക്ഷേ പുണ്യമായ പവിത്രമായ രാവാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരിപാവനമായ റജബ് വിട പറയുകയാണ്. നമുക്ക് എങ്ങനെ റജബ് മാസത്തെ യാത്രയാക്കാം? എങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് 30 ദിവസം ഒരു മാസം നിന്നിട്ട് നമ്മളുടെ അടുക്കൽ നിന്നും പോകുമ്പോൾ അയാൾ വെറും കൈയോടെ മടക്കി വിടുന്നത് എങ്ങനെയാണ്? ശരിയല്ലല്ലോ. അതുകൊണ്ട് ഈ കടന്നു പോകുന്ന റജബ് മാസത്തെ കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് യാത്രയാക്കണം. ഏതൊക്കെ സമ്മാനമാണ് കൊടുക്കേണ്ടതെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. പുണ്യമായ ശഅബാൻ, ഷറഫാകുന്ന ശഅബാൻ കടന്നു വരുന്നു. ഈ ശഅബാൻ കടന്നു വരുമ്പോൾ നമ്മൾ വെറുതെ സ്വീകരിച്ചാൽ പോരാ, നല്ല രൂപത്തിൽ സ്വീകരിക്കണം. എങ്ങനെ ശഅബാനിനെ സ്വീകരിക്കണം? ഇന്നത്തെ മഗ്‌രിബോട് കൂടി പിറ കണ്ടാൽ ശഅബാൻ 1 പിറ കണ്ട് ശഅബാൻ 1 ഈ ശഅബാൻ മാസത്തെ ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. ശഅബാൻ മാസത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ ശഅബാൻ നമ്മളോട് ഇപ്പോൾ തന്നെ പിണങ്ങും. ശഅബാൻ നമ്മളോട് പിണങ്ങാതിരിക്കാൻ, ശഅബാൻ മാസത്തെ കൂടുതൽ നമ്മളിലേക്ക് അടുപ്പിക്കാനും ശഅബാൻ മാസത്തിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടാനും ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. മാത്രമല്ല ഏറ്റവും പുണ്യമുള്ള ഒരു വെള്ളിയാഴ്ച രാവ് കൂടിയാണ് നമ്മളിത്. അപ്പോൾ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. മാത്രമല്ല ഇന്നത്തെ മഗ്‌രിബിന് ശേഷം ശഅബാൻ 1 നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരുപാട് അമലുകളുണ്ട്. എല്ലാം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഇത് നിങ്ങൾ കേൾക്കുക, ഇത് മനസ്സിലാക്കി വെക്കുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഇത് കേൾക്കാനും ഇതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാഭാരതിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുകയും എപ്പോഴാണോ മരണം അതറിയില്ല, മരിക്കുന്ന സമയത്ത് നല്ല ഒരു ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് ഖൈറായത് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഉള്ളത് പവിത്രതകൾ ഏറെ നിറഞ്ഞ റജബ് മാസത്തിൻ്റെ 29ാമത്തെ ദിവസത്തിലാണ്. റജബ് 29 ഇന്ന് മഗ്‌രിബോട് കൂടി പിറ കണ്ടാൽ, നിലാവ് കണ്ടാൽ നാളെ പരിശുദ്ധമായ പരിപാവനമായ ശഅബാൻ 1 അതായത് ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ പിന്നെ ശഅബാൻ 1-ൻ്റെ രാവിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ന് മഗ്‌രിബോട് കൂടി പിറ കണ്ടില്ല, നിലാവ് കണ്ടില്ല എങ്കിൽ നമ്മൾ കടക്കുന്നത് റജബ് മാസത്തിൻ്റെ 30ാമത്തെ രാവിലേക്കാണ്. നാളെ വെള്ളിയാഴ്ച റജബ് 30 പൂർത്തിയാക്കി മറ്റന്നാൾ ശനിയാഴ്ച ശഅബാൻ 1 അപ്പോൾ ഏതായാലും വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിനത്തിലാണുള്ളത്, ഒരു രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി, അല്ലേ? മാത്രമല്ല പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാൻ, ഒന്നുകിൽ റജബ് മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാവാം, അല്ലെങ്കിൽ ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച. ഏതായാലും ഒരു പുണ്യമായ വെള്ളിയാഴ്ച രാവും കൂടിയാണ് നമ്മളുള്ളത്. പഞ്ചാരയുടെ കുന്ന്, അതിലിങ്ങനെ തേൻ ഒഴിക്കുമ്പോൾ, അതായത് പഞ്ചാരക്കുന്നിന്മേൽ തേൻമഴ എന്ന് പറയുന്നത് പോലെ മധുരത്തിൻ്റെ മേൽ മധുരം, ഇരട്ടി മധുരം ഒരു മുഅ്മിനായ മനുഷ്യനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പുണ്യമായ രാവാണ് അൽഹംദുലില്ലാഹ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശദമായി നമ്മളിതാ പറയാൻ പോവുകയാണ്. റജബ് വിട പറയാൻ ഒരുങ്ങുകയാണ്. എങ്ങനെയാണ് റജബിനെ നമ്മൾ യാത്രയാക്കേണ്ടത് ഇൻഷാ അല്ലാഹ് വിശദമായി പറയാം. അതിനു മുമ്പ് റജബ് മാസത്തിൻ്റെ ഒരുപക്ഷെ അവസാനത്തെ ദിനമാകുന്ന ഇന്ന്
ഒരു പക്ഷേ ചിലപ്പോൾ ആയേക്കാം. ആണെങ്കിലും അല്ലെങ്കിലും റജബ് മാസത്തിൻ്റെ മുഴുവൻ ബറക്കാത്തുകളും നമ്മുടെ വീട്ടിൽ വേണം. റജബിൻ്റെ ബർക്കത്ത് നമ്മുടെ വീട്ടിൽ വേണം, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭർത്താവിൽ, നമ്മുടെ ഭാര്യയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ വെള്ളത്തിൽ, എല്ലാത്തിലും റജബ് മാസത്തിൻ്റെ മുഴുവൻ ബർക്കത്തും നമുക്ക് വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ദുആ, ബർക്കത്തിനെ ചോദിച്ചുള്ള ഒരു ദുആ 3 വട്ടം നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, പരിപാവനമായ റജബ് മാസം വിട പറയുകയാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അജബാകുന്ന റജബ് വിട പറയാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദുആ ഉണ്ടായിരുന്നു അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ദുആ ഏതാണത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആ ഒരു ദുആ നമ്മൾ മറന്നു പോവാതെ ഇന്ന് ഒരുപാട് വട്ടം, ഇന്നത്തെ ളുഹറിന്, അസറിന്, മഗ്രിബിന്, ഇശാഇന് ഒക്കെ ശേഷമായി നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മളത് പറയുക. ഏത് സമയത്തും പറയേണ്ട ഒരു ദുആയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. മാത്രമല്ല ഇന്നത്തെ പകൽ, അതായത് ഇന്നത്തെ മഗ്രിബിന് മുമ്പ് നമ്മൾ റജബ് മാസത്തിൽ പറയേണ്ട പ്രധാനപ്പെട്ട ദുആകൾ, ദിക്റുകളുണ്ട്. ഒന്ന് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അത് ഒരുപാട് വട്ടം പറയുക. പിന്നെയോ റജബ് മാസത്തിന്റെ 3-ാമത്തെ പത്തിൽ നമ്മൾ അധികരിപ്പിക്കുന്ന ഒരു ദുആ ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹിർ റഊഫ് സുബ്ഹാനല്ലാഹിർ റഊഫ് സുബ്ഹാനല്ലാഹിർ റഊഫ്. അത് ഒരുപാട് വട്ടം പറ്റുന്ന പോലെ പറയുക. ചുരുങ്ങിയത് ഒരു 11 വട്ടമെങ്കിലും നമ്മളത് പറഞ്ഞിരിക്കണം. പിന്നെ 3-ാമത്തേത് അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. ആ ഒരു പുണ്യമായ ഒരു ദുആയും നമ്മൾ പറയാൻ ശ്രമിക്കുക. പിന്നെയോ ഇന്ന് വെള്ളിയാഴ്ച രാവായതുകൊണ്ട് പരമാവധി സ്വലാത്ത്, അറിയാവുന്ന സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ ആണെങ്കിൽ അത്, പിന്നെയോ നമുക്ക് സ്വലാത്ത് ഇബ്രാഹിമിയ അറിയാം, ആ സ്വലാത്ത് ഓതണമെങ്കിൽ അതോതാം, അല്ലെങ്കിൽ താജ് സ്വലാത്ത് ഓതണമെങ്കിൽ അങ്ങനെ ഏതാണ് ആ സ്വലാത്ത് അറിയാവുന്ന സ്വലാത്തൊക്കെ ഒരു വട്ടമെങ്കിലും ഇന്നത്തെ മഗ്രിബിന് മുമ്പ് നമ്മൾ പറഞ്ഞിരിക്കുക. പിന്നെ പ്രത്യേകം ദുആ ചെയ്യുക, പടച്ചോനെ ഞങ്ങളിൽ നിന്നും വിശുദ്ധമായ റജബ് നിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്, നിന്റെ മാസമാണ് റജബ്, ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, നിന്റെ അടുക്കൽ വന്നിട്ട് ഈ റജബ് മാസം ഞങ്ങളെ കൊഞ്ഞനം കുത്തുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. റജബ് മാസം റബ്ബെ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടെന്ന് നീ സ്വീകരിക്കുകയും തിന്മയും പറ്റിപ്പോയി, അതൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ എന്ന് ഇന്നത്തെ മഗ്രിബിന് മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താൽ അത് വളരെ ഖൈറാണ്. അപ്പോൾ ആ കാര്യം മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് റജബ് മാസത്തെ നമ്മൾ യാത്രയാക്കേണ്ടത്. നമുക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്. അല്ലാഹു തആല ഇനിയും നമ്മുടെ ജീവിതത്തിൽ റജബ് മാസത്തേക്ക് സ്വീകരിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഈ ഒരു മാസത്തിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായ പല ആളുകൾ മരണപ്പെട്ടവരാണ്. അല്ലാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ. ആമീൻ. അത് ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമതായി നമ്മൾ പറയുന്നത് കടന്നു വരുന്ന ശഅബാൻ. ആ ശഅബാനിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഇന്നത്തെ മഗ്രിബോട് കൂടി നിലാവ് കണ്ടു അല്ലെങ്കിൽ പിറ കണ്ടു എന്നറിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ അറബി മാസവും നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ പറയുന്നൊരു ദുആയുണ്ടല്ലോ, അൽഹംദുലില്ലാ. വളരെ സന്തോഷമുണ്ട്. ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്ന വീഡിയോക്ക് താഴെ പല കമൻറ്റും വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കമൻറ്റ്, ഉസ്താദെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ 10-60 വയസ്സ്, ഒരു ഉമ്മയായിരിക്കാം വാപ്പയായിരിക്കാം, അവരെഴുതിയ 10-60 വയസ്സ് കഴിഞ്ഞു, ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ഈ ഒരു ദുആ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ഈ ക്ലാസ് കാണാൻ തുടങ്ങിയത് മുതൽ ഞാനിപ്പോൾ 1-2 വർഷമായി ഞാൻ കാണാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ അറബി മാസത്തിൻ്റെ തുടക്കത്തിലും ഞാൻ ഈ ദുആ, അതായത് 60 വർഷം ഈ ഒരു ദുആ പറഞ്ഞിരുന്നില്ല എന്ന് വെച്ചാൽ 60 വർഷം മുമ്പ് ഈ ദുആ ഇല്ലായിരുന്നു എന്നല്ല, ഉണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ നമ്മളിങ്ങനെ ഒരു വീഡിയോ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോൾ അത് നിങ്ങൾ പറയുന്നു. ഇത് എനിക്ക് പഠിപ്പിച്ചു തന്നെ എൻ്റെ ഉസ്താദുമാർ, പിന്നെ ഇത് പറയുന്ന എനിക്കും പിന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവർക്കും ഇതിൻ്റെ പ്രതിഫലം കിട്ടുകയാണ്, പറഞ്ഞ നിങ്ങൾക്കും പ്രതിഫലം കിട്ടുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഒരു അറബി മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്തു പറയണം? ആ മാസത്തെ സ്വീകരിച്ചു കൊണ്ടുള്ള ദുആയുണ്ട്. അതേതാണ്? ആദ്യമായി പറയേണ്ടത് അൽഹംദുലില്ലാ, ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ കടന്നു, അൽഹംദുലില്ലാ പടച്ചോൻ നിനക്ക് സർവ്വസ്തുതിയും. അത് കഴിഞ്ഞ് പിന്നെ പറയണം എന്ത്? അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ് സലാമത്തി വൽ ഇസ്ലാമി വത് തൗഫീഖ് ലിമാ തുഹിബ്ബു വതർലാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. നമുക്കറിയാമല്ലോ ഈ ദുആ.
ഒന്ന് പറഞ്ഞേ, അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വൽ ഇസ്ലാമി വത് തൗഫീഖി ലിമാ തുഹിബ്ബു വതർലാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. അപ്പോൾ ആ ദുആ മറന്നുപോയി ഒറ്റപ്പെട്ടം പറഞ്ഞാൽ മതി. നമ്മൾ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വാർത്താ മാധ്യമത്തിലൂടെയോ നമ്മൾ അറിഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞു എടോ മാസം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ മാസത്തിലേക്ക് നമ്മൾ കടന്നു എന്നറിഞ്ഞാൽ എന്ന് മനസ്സിലായാൽ ഈ ദുആ പറയാൻ മറന്നു പോകരുത്. ഇനി ഒരുപക്ഷെ ഇന്നത്തെ രാത്രി നമ്മൾ അറിഞ്ഞില്ല എന്ന് വിചാരിക്കാം, നാളെ പകലാണ് അറിഞ്ഞത്, ഷാബാൻ ഇന്ന് 1 ആണെന്ന് നാളെ പകലാണ് അറിഞ്ഞതെങ്കിൽ എപ്പോഴാണോ അറിയുന്നത് ആ സമയത്ത് നമുക്ക് ഈ ദുആ പറയാം. അപ്പോൾ ഇതാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി, ഈ ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ പരിശുദ്ധമായ ഷാബാൻ മാസത്തിലേക്ക് കടന്നു എന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ കടന്നാൽ നമ്മൾ 3 വട്ടം പറയണം. എന്ത്? ആമൻതു ബില്ലാഹില്ലദീ ഖലഖക, ആമൻതു ബില്ലാഹില്ലദീ ഖലഖക, ആമൻതു ബില്ലാഹില്ലദീ ഖലഖക. അല്ലാഹുവേ, ഞാനിതാ നിന്നെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, ഞാനിതാ നിന്നെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. ഓ ചന്ദ്രനെ, നിന്നെ സൃഷ്ടിച്ച അള്ളാഹു, നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ കൊണ്ട് ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ് എന്നർത്ഥം വരുന്ന ഈ ഒരു ദുആ മറന്നു പോകരുത്. ആമൻതു ബില്ലാഹില്ലദീ ഖലഖക എന്ന ആ ഒരു പുണ്യമായ വചനം നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വട്ടം നമുക്ക് പറയാൻ പ്രത്യേകം നല്ലതാണ്. എന്ത്? അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹ്രി റജബ് വജാഅ ബിശഹ്രി ശഅബാൻ. എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹ്രി റജബ് വജാഅ ബിശഹ്രി ശഅബാൻ. റജബ് മാസത്തെ യാത്രയാക്കി പുണ്യമായ ശഅബാൻ മാസത്തെ ഞങ്ങളിലേക്ക് കൊണ്ടുവന്ന അല്ലാഹ്, നിനക്കാകുന്നു സർവസ്തുതികളും. ഈ ദുആ പറയലും നല്ലതാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് 3ാമത്തെ കാര്യം. ഇനി 4ാമതായി ശ്രദ്ധിക്കേണ്ടത്, ഒരു കൂടിപ്പോയാൽ ഒരു 4 മിനിറ്റ് മാത്രം വരുന്ന വിശുദ്ധമായ ഖുർആനിലെ പുണ്യമായ സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് സാധാരണ എല്ലാ ദിവസവും നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതാറുള്ളവരാണെങ്കിൽ നമ്മൾ ഈ ഒരു ദിവസം, അതായത് ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ എക്സ്ട്രാ ഒരു സൂറത്തുൽ മുൽക്ക് ഓതണം കേട്ടോ. അല്ലാതെ സാധാ എല്ലാ ദിവസവും നിത്യമായി നമ്മൾ ഓതുന്ന സൂറത്തുൽ മുൽക്ക് മാത്രമല്ല, എക്സ്ട്രാ ഈ ഒരു മാസം നിലാവ് കണ്ടത് ഈ പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ച കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യുക? സൂറത്തുൽ മുൽക്ക് ഒരെണ്ണം എക്സ്ട്രാ ഓതണം. സ്ഥിരമായി ഓതുന്നവരാണെങ്കിൽ, ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ, സ്ഥിരമായി ഓതുന്നവരാണെങ്കിൽ അവർ ഓതുന്ന സൂറത്തുൽ മുൽക്ക് ഓതുക. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഒരു സൂറത്തുൽ മുൽക്ക് കൂടി ഓതണം. എങ്ങനെ? കാരണം നമ്മൾ ഇന്നത്തെ മഗ്‌രിബോട് കൂടി ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഓതൽ സുന്നത്തായ സൂറത്തുൽ മുൽക്ക്, അതും ഇതും വേറെ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ വിട്ടുപോകരുത്. ഈ 30 ദിവസം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കാവൽ കിട്ടാനും രോഗമുക്തിക്ക് വേണ്ടിയും ഒരുപാട് ഖൈറാത്തുകൾ കിട്ടാൻ വേണ്ടിയുമാണ് സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതുന്നത്. അതാണ് 4ാമത്തെ കാര്യം. ഇനി 5ാമതായി ശ്രദ്ധിക്കേണ്ടത് പറയണം. എന്ത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദേ റജബ് മാസം കടന്നു പോയില്ലേ, പിന്നെയും ഈ ദുആ പറയണോ? പറയണം. പറഞ്ഞാൽ വളരെ പുണ്യമാണ്. അപ്പോൾ നമ്മൾ റജബ് മാസത്തിലല്ലല്ലോ, ശഅബാൻ മാസത്തിലല്ലേ. അതുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ എന്ന് പറഞ്ഞാൽ പോരെ? റജബ് എന്ന വാക്ക് എന്തിനാണ് ചേർക്കുന്നത്? അങ്ങനെ റജബ് എന്ന വാക്ക് ചേർത്ത് പറയലാണ് നല്ലത്. ശഅബാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ശഅബാൻ ആണെങ്കിലും റജബ് ആണെങ്കിലും എങ്ങനെ ചെയ്യണം? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് ദുആ ഇറക്കണം. കാരണം അങ്ങനെ റജബ് എന്ന വാക്ക് നമ്മൾ ശഅബാനിൽ പറഞ്ഞാൽ ആ റജബ് മാസത്തിൽ നമ്മൾ കിട്ടിയ ബറക്കത്ത് അത് നിലനിർത്തണേ അല്ലാ. റജബ് മാസത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് തന്നതുപോലെ ശഅബാനിലും തരണേ അല്ലാ എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നമ്മൾ ശഅബാനിൽ ദുആ ഇറക്കുമ്പോഴും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് തന്നെ പറയലാണ് നല്ലത്. അങ്ങനെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. 6ാമത്തേത്, മൊത്തത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ, എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരുപാട് അദ്കാറുകളുണ്ട്, ഒരുപാട് തസ്ബീഹാത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഇത് ശഅബാൻ മാസത്തിൽ എന്നല്ല, ഏത് മാസത്തിലും നമുക്ക് പറയാൻ പറ്റിയ പുണ്യമായ ഒരു ദിക്റാണ്, പുണ്യമായ ഒരു ദുആയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, എല്ലാത്തിനും കഴിവുള്ളവനായ അല്ലാഹ്, നിന്റെ കരുണ കൊണ്ട് ഞാനിതാ നിന്നോട് സഹായം ചോദിക്കുന്നു. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ആ ദുആ നമ്മൾ മറന്നു പോകരുതേ. ഈ ദിക്ർ പരമാവധി എത്ര വേണമെങ്കിലും നമുക്ക് പറയാം.
പിന്നെയോ മഹാന്മാരായ ഇമാമിയങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇന്നത്തെ രാത്രിയിലെ ദുആ ഒരിക്കലും തട്ടിക്കളയൂല. കാരണം വെള്ളിയാഴ്ച രാവാണ് അല്ലെ, വെള്ളിയാഴ്ച രാവാണല്ലോ ഇന്നത്തെ മഗ്രിബ്. അത് ഏത് വെള്ളിയാഴ്ചയാണെന്നല്ലേ നമുക്ക് സംശയം. ഒന്നുകിൽ ശഅബാൻ 1 ആദ്യത്തെ വെള്ളിയാഴ്ചയാവാം, അല്ലെങ്കിൽ റജബ് മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച. അതിലേ നമുക്ക് സംശയമുള്ളൂ, അല്ലാതെ വെള്ളിയാഴ്ചയാണെന്നല്ല സംശയമില്ല. അപ്പോൾ ഏതായാലും ദുആക്ക് ഇജാബത്തുള്ള ഒരു രാവാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ ദുആരക്കുക. ഇന്നത്തെ ദുആകളിൽ നമ്മൾ 4 ദുആ ഒരിക്കലും വിട്ടുപോകരുത്. ഒന്നാമത്തെ ദുആ എന്താണ്? റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാനുള്ള ദുആയാണ്. രണ്ടാമത്തെ നമ്മുടെ ഉമ്മിച്ചിക്കും വാപ്പിച്ചിക്കും വേണ്ടിയുള്ള ദുആയാണ്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മൂന്നാമത്തെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ദുആയാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നാലാമത്തെ ദുആ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ്, അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇതാണ് ആ ദുആ. പിന്നെയോ നമുക്കറിയാവുന്ന എന്തൊക്കെ ദുആകളുണ്ടോ അതൊക്കെ അധികരിപ്പിക്കുക. മലയാളത്തിൽ ദുആരൊക്കെ പടച്ചോനെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ കച്ചവടം, എൻ്റെ രോഗത്തിൻ്റെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം എല്ലാം നമുക്ക് അള്ളാഹുവിനോട് തുറന്നു പറയാൻ പറ്റുന്ന അതിശ്രേഷ്ഠമായ രാവാണിത്. പിന്നെയോ മറ്റൊരു കാര്യം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറ. അങ്ങനെ ഒരുപാട് ഇസ്തിഗ്ഫാർ ഉണ്ട്. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ചേർത്തിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ പറയണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ റഹ്മാൻ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ റഹീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ മലിക്. അങ്ങനെ അള്ളാഹുവിൻ്റെ പേര് കൂടി ചേർത്തിട്ടൊക്കെ ഇസ്തിഗ്ഫാർ പറയുന്ന ഒരുപാട് മഹത്തുക്കളുണ്ട്. അങ്ങനെയൊക്കെ പറയാം, നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഇസ്തിഗ്ഫാർ അത് കുറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് എന്നെങ്കിലും നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഈ രാത്രി നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് ഹയാത്താക്ക എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ചിരിക്കണമെന്നല്ല പറഞ്ഞടുത്ത്, മറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യുക. നമ്മൾ സാധാരണ വെള്ളിയാഴ്ച രാവിലെ ചെയ്യുന്ന ഇബാദത്തുകളേക്കാൾ കൂടുതലായിട്ട് ഒരു 2 റക്അത്ത് കൂടുതൽ നിസ്കരിക്കുക, ഒരു യാസീനും കൂടി കൂടുതൽ ഓതുക, അല്ലെങ്കിൽ ഒരു അറിയാവുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് ഒന്നുകൂടി ഓതുക. അതൊക്കെ എന്താണ്, നമുക്ക് വളരെ ഖൈറാണ്. പിന്നെയോ മറ്റൊരു കാര്യം, മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതുക. മരണപ്പെട്ട നമ്മുടെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, നമ്മുടെ ഭാര്യ, ഭർത്താവ്, നമ്മുടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, അയൽവാസികൾ, കൂട്ടുകാർ, നാട്ടുകാർ, കുടുംബക്കാർ ആരെല്ലാം ഉണ്ടോ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, ആരൊക്കെ മരണപ്പെട്ടു പോയോ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരു യാസീനെങ്കിലും അല്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ദുആരക്കുക. പിന്നെയോ ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ച. ഒരുപക്ഷെ റജബ് 30 ആവാം, അല്ലെങ്കിൽ ശഅബാൻ 1 ആവാം. അപ്പം ഇന്ന് മഗ്രിബോടുകൂടി അറിയാൻ പറ്റും. അപ്പം നാളെ ഏതായാലും പുണ്യമായ ഒരു ദിനമാണല്ലോ. അപ്പം നാളെ വെള്ളിയാഴ്ച ഒരു സുന്നത്ത് നോമ്പ് പിടിച്ചാൽ അത് വളരെ ഖൈറാൻ. ഒന്നുകിൽ മാസ അവസാനത്തിൻ്റെ സുന്നത്ത് നോമ്പാവാം, അല്ലെങ്കിൽ മാസത്തിൻ്റെ തുടക്കത്തിൻ്റെ സുന്നത്ത് നോമ്പാവാം. എന്താണെങ്കിലും പുണ്യമുള്ള ഒരു ദിനമാണ്. അപ്പം നാളെ പറ്റുന്നവർ, നിർബന്ധമൊന്നുമല്ല, പറ്റുന്നവർക്ക് നാളെ നോമ്പ് പിടിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ നിയ്യത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബോട് കൂടി വരുന്ന ആ രാവിലെ ആയിരിക്കും നമുക്ക് വെക്കാൻ പറ്റുക. കാരണം ഒന്നുകിൽ അത് ശഅബാൻ മാസത്തിൻ്റെ സുന്നത്തായ നോമ്പെന്ന് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ റജബ് 30ാമത്തെ ദിവസത്തിൽ അല്ലെങ്കിൽ റജബ് മാസത്തിലെ ഒരു സുന്നത്ത് നോമ്പെന്ന് പറയേണ്ടി വരും. അത് എപ്പോഴാണ് നമുക്ക് ഇന്നത്തെ മഗ്രിബോട് കൂടി അറിഞ്ഞിട്ടേ നമുക്ക് നിയ്യത്ത് വെക്കാൻ പറ്റും. അപ്പോൾ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ ഇന്നത്തെ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വുളൂഓടുകൂടി ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വുളു എടുത്തിട്ട് അല്ലെ ആയത്തുൽ കുർസിയൊക്കെ ഓതി ആ ഉറങ്ങുന്ന സമയത്തുള്ള മര്യാദകളൊക്കെ പാലിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പരമാവധി ദുആരക്കുക, ഇസ്തിഗ്ഫാർ പറയുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് റജബ് മാസത്തെ നല്ല രൂപത്തിൽ യാത്രയാക്കാൻ പറ്റും, വരുന്ന ശഅബാൻ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ഒരുപാട് പോരായ്മയുണ്ട്, അതൊക്കെ ഒരുപാട് കുറവുകളുണ്ട്. അതെല്ലാം പരിഹരിച്ച് കരുണാവാരിധിയായ റബ്ബ് നമ്മളിൽ നിന്നും പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ. ആർക്കെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, എന്തെല്ലാം കടങ്ങൾ എന്തൊക്കെ ഉണ്ടോ, വിഷമങ്ങളുണ്ടോ എല്ലാം നീ മാറ്റി ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും സമാധാനവും ഇരു ലോകത്തും നീ കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ, ഓരോ ദിവസം വ്യത്യസ്തമായ പ്രശ്നങ്ങൾ പറഞ്ഞാണ് ആളുകൾ ദുആരക്കാൻ പറയുന്ന എൻ്റെ അതുപോലെ അങ്ങനെ കേൾക്കുന്നവരുടെ ആരുടെയൊക്കെ എന്തൊക്കെ വിഷമങ്ങളും നീ ഉണ്ടോ, സങ്കടങ്ങളുണ്ടോ എല്ലാം നീ ഒരു പുണ്യമായ രാവുകളുടെ ദിനത്തിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ നീ എല്ലാവിധ സമാധാനവും റാഹത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്
നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.